നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക ദിനാഘോഷവും സംസ്ഥാനതല ഉദ്ഘാടനവും കർഷക അവാർഡ് വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. ചിങ്ങം 1 കർഷക വഞ്ചനാ ദിനമായി ആചരിക്കണമെന്ന് നെൽകർഷകനും പാടശേഖര സമിതി ചെയർമാനുമായ ദാസൻ കാട്ടുങ്ങൽ. ചിങ്ങപ്പുലരിയിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. മാടക്കത്ര പണഞ്ചേരി തെക്കുങ്കര പഞ്ചായത്ത് കൃഷിഭവനുകളുടെ കർഷക ദിനാഘോഷങ്ങൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അത്താണിയിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം റോഡിലെ കുഴിയിലിട്ട് കല്ലും മണ്ണും ഇട്ട് മൂടി നാട്ടുകാരുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ കാർഷിക മേഖല വളർച്ചയുടെ പാതയിലാണെന്നും ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികം വളർച്ച കേരളം കൈവരിച്ചതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കർഷക ദിനാഘോഷം സംസ്ഥാനതല ഉദ്ഘാടനവും സംസ്ഥാന കർഷക അവാർഡ് വിതരണവും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷം കാർഷിക മേഖല ദേശീയ തലത്തിൽ 2.1% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ സംസ്ഥാനത്ത് കേരളം 4.65% വളർച്ച നേടി. കർഷകന്റെ വരുമാനത്തിൽ 50% വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി പ്രവർത്തനങ്ങൾ കൃഷി വകുപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കി. മിഷൻ 2026 എന്ന പേരിൽ ആവിഷ്കരിച്ച ഹ്രസ്വകാല കാർഷിക പദ്ധതിയും ദീർഘകാല പദ്ധതിയായ മിഷൻ 2033 ഇതിന് ഏറെ സഹായകരമായി. സമഗ്ര കാർഷിക വിള ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാധിച്ചു. നെല്ലിന്റെ ഉൽപാദനക്ഷമത ഹെക്ടറിന് 3108 കിലോ ആയി വർദ്ധിപ്പിക്കാനും കേരഗ്രാമം പദ്ധതിയിലൂടെ നാളികേര കൃഷിയിൽ 54% വളർച്ച കൈവരിക്കാനും ഈ സർക്കാരിന്റെ കാലയളവിൽ സാധിച്ചു. കാലാവർഷ വ്യതിയാനത്തെ പ്രതിരോധിക്കാനും മൂല്യവർദ്ധിത ഉൽപാദന രംഗത്ത് മാറ്റം കൊണ്ടുവരുന്നതിനുമായി ലോകബാങ്കിന്റെ സഹകരണത്തോടെ കേര പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. 4 ലക്ഷം കർഷകർക്ക് നേരിട്ടും 10 ലക്ഷം കർഷകർക്ക് പരോക്ഷമായും കേര പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ലോകബാങ്കിന്റെ ബൃഹത് പദ്ധതി കാർഷിക മേഖലയ്ക്ക് ലഭിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജീവിതത്തിന്റെ നിലനിൽപ്പിന് കർഷകർ അത്യാവശ്യ ഘടകമാണെന്നും കൃഷി വകുപ്പിന്റെ ദിനമല്ല കർഷകരുടെ ദിനമാണ് ചിങ്ങം 1 എന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. കൃഷിയിൽ ജീവിതം സമർപ്പിച്ചവരാണ് കർഷകർ. അവർക്ക് പിന്തുണയും പിൻബലവും നൽകുന്ന ദിനം കൂടിയാണ് കർഷക ദിനം. കർഷക അവാർഡ് ജേതാക്കളുടെ വിജയഗാഥ കോർത്തിണക്കിയ ഹരിതഗാഥ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. പാടശേഖരങ്ങളിലും കൃഷിയിടങ്ങളിലും നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ രൂപീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. നാടിന്റെ കർഷക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കർഷകരുടെ പ്രശ്നങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുന്നതിനും സർക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. കൃഷിഭവനുകൾ സ്മാർട്ടാക്കുന്നതിനും സംയോജിത കാർഷിക പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും വളരെ സമർത്ഥമായ നിലയിൽ കൃഷിവകുപ്പ് നേതൃത്വം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന കർഷക അവാർഡ് ജേതാക്കൾക്ക് മന്ത്രിമാരായ പി പ്രസാദും കെ രാജനും ചേർന്ന് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മേയർ MK വർഗീസ്, MLA-മാരായ പി ബാലചന്ദ്രൻ, NK അക്ബർ, AC മൊയ്തീൻ, മുരളി പെരുന്നല്ലി, UR പ്രദീപ്, സനീഷ് കുമാർ ജോസഫ്, VR സുനിൽകുമാർ, സേവ്യർ ചിറ്റിലപ്പള്ളി, ET ടൈസൺ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കാർഷിക ഉൽപാദന കമ്മീഷണറും കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ B അശോക്, കൃഷി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ, മണ്ണ് സംരക്ഷണ പര്യവേഷണ വകുപ്പ് ഡയറക്ടർ സാജു K സുരേന്ദ്രൻ, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡയറക്ടർ സജി ജോൺ, കേരള കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ A സക്കീർ ഹുസൈൻ എന്നിവർ പങ്കെടുത്തു. കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന സെമിനാറിൽ ഇന്ത്യൻ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞൻ C പ്രകാശൻ, കേര റീജിയണൽ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ജോസഫ് ജോൺ തേറാട്ടൽ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. രാവിലെ വിദ്യാർത്ഥി കോർണറിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഉൽപാദനക്ഷമതാ വർധനവുമാണ് നാം നടപ്പാക്കേണ്ടത്. അതിനായി മുന്നിട്ടിറങ്ങേണ്ടത് സർക്കാരുകളാണ്.
ആ ഒരു പാതയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ദേശീയ കാർഷിക വളർച്ച 2.1 എന്നാൽ കേരളത്തിൻ്റെ വളർച്ച 4.65%. ദേശീയ വളർച്ച 2.1 അതിൻ്റെ ഇരട്ടിയിലധികം വളർച്ച 4.65% നേടാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയും. വിഷൻ 2026 എന്ന പേരിൽ നടപ്പിലാക്കുന്ന ഹ്രസ്വകാല പദ്ധതികൾ ഇതിന് വലിയ സഹായകരമാണ്. അതോടൊപ്പം തന്നെ വിഷൻ 2033 എന്ന പേരിൽ നടപ്പാക്കി വരുന്ന ദീർഘകാല പദ്ധതികളുണ്ട്. ഇതും ഈ വളർച്ചയ്ക്ക് സഹായിക്കുകയുണ്ട്. അങ്ങനെ ഉൽപ്പാദിപ്പിച്ചവർക്ക് വില നിശ്ചയിക്കാൻ അവകാശമില്ലാതുള്ളത് ഒരു കൂട്ടർക്ക് മാത്രമാണ്. ആ കൂട്ടരുടെ പേര് കർഷകൻ എന്നാണ്. കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് മാത്രം വില നിശ്ചയിക്കാൻ കർഷകന് അവകാശമില്ല. വിപണിയാണ് അതെല്ലാം തീരുമാനിക്കുന്നത്. ഈ രീതിക്ക് മാറ്റമുണ്ടായേ മതിയാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ പറയുന്ന ഏത് കാര്യവും ഈ വിപണിയെ കൂടി ബന്ധപ്പെടുത്തി നിൽക്കുന്ന വിലയിലേക്ക് എത്തുന്നു എന്നുള്ളത് കൊണ്ട് ബാക്കി കാര്യങ്ങൾ കൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാവാതെ പോകും. അവിടെയാണ് നമുക്ക് ഈ പ്രൈമറി അഗ്രികൾച്ചറിൻ്റെ ഈ രീതിയിൽ നിന്ന് മാറി സെക്കൻഡറി അഗ്രികൾച്ചറിലേക്ക്, കൃഷിയുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക്, ദ്വിതീയ ഘട്ടത്തിലേക്ക് മാറേണ്ടതുണ്ട് എന്ന് പറഞ്ഞത്. അവിടെയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഇതിൻ്റെ മാർക്കറ്റിങ്, ബ്രാൻഡിങ് അതെല്ലാം കടന്നു വരുന്നത്. ഒരു കൃഷിഭവൻ ഒരു ഉൽപ്പന്നം എന്ന തരത്തിലേക്ക് നീങ്ങി ഇന്ത്യക്കാകെ മാതൃകയാകുന്ന തരത്തിലേക്ക് ഇന്ന് 2000-ലധികം ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ ബ്രാൻഡ് നെയിമോടുകൂടി പുറത്തിറക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കർഷകർക്ക് അതിൻ്റെ മെച്ചം ഉണ്ടാവുന്നുണ്ട്. ഇത് കൂടുതലിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. കൃഷി തന്നെയും സ്മാർട്ടാവേണ്ടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ പഴയ രീതിയിൽ മാത്രമായി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. ചെറിയ സമയം കൊണ്ട് കൂടുതൽ വിളവ് ലഭിക്കുന്ന വിത്തിനങ്ങളിലേക്ക് നമുക്കെത്തണം. കാലാവസ്ഥയുടെ പ്രശ്നം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതാണ്. വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളിലൂടെ കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക സംവിധാനവും ഭദ്രതയും ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത് പോലെ ഒരുപക്ഷെ കേരളത്തിൻ്റെ 40 വർഷത്തെ ചരിത്രത്തിലാദ്യമായി 2600 കോടിയിലധികം ചെലവഴിച്ചുകൊണ്ട് ഈ കാലത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ കർഷകർക്ക് നഷ്ടമുണ്ടാക്കാതിരിക്കാൻ നടക്കുന്ന നടപടികൾ ഉൾപ്പെടെ കേരളത്തിലെ കൃഷി വകുപ്പ് കർഷകനോടും കർഷക തൊഴിലാളിയോടും ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യത്തെ അതിശക്തമായി ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമകരമായിട്ടുള്ള നടപടികളാണ് നടത്തിവരുന്നത്. നാടിൻ്റെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും കർഷകരുടെ ജീവിതം ഭദ്രമാക്കുന്നതിനും മണ്ണിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളിയുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട നീറുന്ന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാനുമെല്ലാം ഇതിനകം സർക്കാർ പരമാവധി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൃഷിഭവനുകളെ സ്മാർട്ട് കൃഷിഭവനുകളാക്കി മാറ്റുന്നതിനും സംയോജിത കാർഷിക പദ്ധതികൾ നടപ്പാക്കുന്നതിനുമെല്ലാം വളരെ സമർത്ഥമായ നിലയിൽ തന്നെ കൃഷി വകുപ്പിന് നേതൃത്വം നൽകാനായിട്ടുണ്ട്.
ചിങ്ങം 1 കർഷക ദിനമായി സർക്കാർ ആചരിക്കുന്നത് കർഷക വഞ്ചനാ ദിനമായി ആചരിക്കണമെന്ന് നെൽകർഷകനും ക്ഷീരകർഷകനും ഇലഞ്ഞിക്കുളം പാടശേഖര സമിതി ചെയർമാനുമായ ദാസൻ കാട്ടുങ്കൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഒരു കൃഷി വകുപ്പ് ഉണ്ടെങ്കിലും കർഷകന് 1 രൂപയുടെ പ്രയോജനവും ഈ വകുപ്പ് വഴി കിട്ടുന്നില്ല. സർക്കാരിനോട് കർഷകർ ആവശ്യപ്പെടുന്നത് ഇന്നോവ കാറും ബംഗ്ലാവും അൾസേഷ്യൻ പട്ടിയുമല്ല, വിത്ത്, വളം, വെള്ളം എന്നിവ സമയാസമയങ്ങളിൽ ന്യായവിലയ്ക്ക് ലഭ്യമാക്കണം. കാർഷിക വിളകൾക്ക് ന്യായവില ലഭ്യമാക്കണം എന്ന ഒരേ ഒരു ആവശ്യം മാത്രമാണ്. ഓരോ വർഷവും കൃഷി വകുപ്പിന് അനുവദിക്കുന്ന ഫണ്ടിൽ 90% കെട്ടിടങ്ങളും റോഡും പണിയാനും, വില കൂടിയ വാഹനം വാങ്ങാനും, ഓഫീസുകളും താമസ സ്ഥലങ്ങളും എയർ കണ്ടീഷൻ ചെയ്യാനും, കമ്പ്യൂട്ടർ, ഫർണിച്ചറുകൾ എന്നിവ വാങ്ങാനും ലക്ഷങ്ങൾ ശമ്പള ഇനത്തിൽ നൽകാനുമാണ്. എന്നാൽ അതിൽ കൂടുതൽ കിമ്പളം പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ തീറ്റി പോറ്റാനാണ് കൃഷി വകുപ്പിൻ്റെ ഫണ്ടുകൾ ഉപയോഗിക്കുന്നത്. 2008 നെൽവയൽ തണ്ണീർത്തട നിയമം സർക്കാർ കൊണ്ടുവന്നത് മഹനീയമായ ഒരു മാതൃക തന്നെയായിരുന്നു. നെൽവയലുകൾ വൻതോതിൽ മണ്ണിട്ട് നികത്തി അവിഹിത മാർഗത്തിലൂടെ കരഭൂമിയായി തരം മാറ്റി കോൺക്രീറ്റ് സൗധങ്ങളും ആഡംബര വീടുകളും പണിയുന്നതും ഭൂമി ചെറിയ പ്ലോട്ടുകളാക്കി കച്ചവടം നടത്തുകയും ചെയ്യുന്നത് തടയാൻ കൊണ്ടുവന്ന ആ മഹനീയ നിയമം ഇന്ന് മാഫിയകളുടെ കൈപ്പിടിയിലാണ്. ഇതിനെതിരെ കർഷകരിൽ നിന്ന് വൻ പ്രതിഷേധമുയർന്നപ്പോൾ സർക്കാർ ഒരു പുതിയ നിർദ്ദേശം 2018 27A എന്ന ഭേദഗതി കൊണ്ടുവന്നു. പഞ്ചായത്തുകളിൽ ന്യായവിലയുടെ 10%, മുനിസിപ്പാലിറ്റിയിൽ 20%, കോർപ്പറേഷനിൽ 30% തുകയും 50 സെന്റ് മുതൽ 1 ഏക്കർ വരെ 30, 40, 50% തുക ഫീസടച്ചാൽ തരം മാറ്റി നൽകും. ഇതിലൂടെ ലഭിക്കുന്ന തുക കാർഷിക അഭിവൃദ്ധി ഫണ്ട് രൂപീകരിച്ച് കർഷകരുടെയും കൃഷിയുടെയും ഉന്നമനത്തിന് വിനിയോഗിക്കണം എന്ന മാർഗനിർദ്ദേശം നിയമ ഭേദഗതിയിലുണ്ട്. എന്നാൽ 2017 മുതൽ 2023 വരെ 1510 കോടി സർക്കാരിന് തരം മാറ്റൽ വകയിൽ ലഭിച്ചിട്ടും ഫണ്ട് രൂപീകരിക്കുക പോലും ചെയ്യാതെ കർഷകരെ വഞ്ചിച്ചു. മാത്രമല്ല, കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിൻ്റെ വില പോലും നൽകുന്നില്ല. 2022 കേന്ദ്ര സർക്കാർ 1 കിലോഗ്രാം നെല്ലിന് 1 രൂപ 9 പൈസ സബ്സിഡിയായി അനുവദിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ നെല്ലിൻ്റെ വില 1 രൂപ 69 പൈസ കുറച്ച് കർഷകൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി 1 രൂപ 69 പൈസ കുറച്ചു. 2023 കേന്ദ്ര സർക്കാർ 2 രൂപ 9 പൈസ സബ്സിഡിയായി അനുവദിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ 2 രൂപ 9 പൈസ നെല്ലിൻ്റെ വിലയിൽ കുറച്ചു വീണ്ടും വഞ്ചിച്ചു. 2024 കേന്ദ്ര സർക്കാർ 3 രൂപ 52 പൈസ സബ്സിഡി നൽകിയപ്പോൾ സംസ്ഥാന സർക്കാർ നെൽവിലയിൽ നിന്നും 3 രൂപ 52 പൈസ കുറച്ച് വീണ്ടും കർഷകരെ വഞ്ചിച്ചു. നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും സമരങ്ങൾ ചെയ്തിട്ടും കാർഷിക ഫണ്ട് രൂപീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇത് മനസ്സിലാക്കിയ കർഷകർ ഹൈക്കോടതിയെ സമീപിച്ചു. മറുപടി നൽകാൻ പോലും കൂട്ടാക്കാതെ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ കോടതി ലാൻഡ് റവന്യൂ കമ്മീഷണറെ കോടതിയിൽ നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഈ പണം വകമാറ്റി ചിലവഴിച്ചു എന്ന് കമ്മീഷണർ കോടതി മുമ്പാകെ സമ്മതിച്ചു. ഈ തുക ഫണ്ട് രൂപീകരിച്ച് 3 ഗഡുക്കളായി അടയ്ക്കാൻ കോടതി ഉത്തരവിട്ടിട്ടും ഇതേവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. കൃഷിവകുപ്പ് വർഷാവർഷം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും കേരളീയരുടെ ഭക്ഷണാവശ്യത്തിൻ്റെ 10% പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒരു കൃഷിവകുപ്പ് നമുക്ക് വേണോ എന്നാണ് ദാസൻ കാട്ടുങ്കൽ ചോദിക്കുന്നത്. ഇന്ന് ചിങ്ങം 1 കേരള സർക്കാർ കർഷക ദിനമായിട്ടാണ് ചിങ്ങം ആഘോഷിക്കുന്നത്. സത്യത്തിൽ കർഷകരെ വഞ്ചിച്ച ദിവസമാണ് ചിങ്ങം 1. അത് വ്യക്തമായിട്ട് പറയാം. അതായത് 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നപ്പോൾ ആ നിയമത്തിൽ പറയുന്ന സുപ്രധാനമായൊരു ഘടകമുണ്ടായിരുന്നു. തരം മാറ്റത്തിലൂടെ ലഭിക്കുന്ന പണം ഒരു പ്രത്യേക ഫണ്ട്, കാർഷിക വികസന ഫണ്ട് രൂപീകരിക്കണമെന്നും ആ ഫണ്ടിലേക്ക് ഈ തരംമാറ്റത്തിലൂടെ ലഭിക്കുന്ന പണം കൈമാറണം എന്നാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? 2017 മുതൽ 2024 വരെ 1510 കോടി രൂപ സർക്കാർ തരംമാറ്റ ഫീസിനത്തിൽ പിരിച്ചു. അത് കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് മാറ്റിയില്ല എന്ന് മാത്രം. അങ്ങനൊരു ഫണ്ട് ഈ സർക്കാർ രൂപീകരിച്ചില്ല. അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടു. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ഫണ്ട് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ സത്യം പറഞ്ഞു, അതായത് ഞങ്ങൾ ഈ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു. മറ്റ്
വകുപ്പുകളിൽ AC വാങ്ങാനും കമ്പ്യൂട്ടർ വാങ്ങാനും കെട്ടിടം പണിയാനും വാഹനം പണിയാനും ഒക്കെ അത് വകമാറ്റി ചെലവഴിച്ചു. ആ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകൻ്റെ നെൽകൃഷിയുടെ ഉന്നമനത്തിന് വേണ്ടി കർഷകരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഫണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഒരു കർഷകൻ വീട്ടിലുള്ള സ്വർണം പണയം വെച്ച് കുറച്ച് കാശൊക്കെ സ്വരൂപിച്ച് കൃഷി ഇറക്കി നെല്ല് സപ്ലൈക്ക് കൊടുത്തിട്ട് മാസങ്ങളോളമായി പൈസ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ കാർഷിക അഭിവൃദ്ധി ഫണ്ട് കർഷകന് എത്രത്തോളം ഉപകരിക്കും എന്ന് നിങ്ങൾക്കറിയുമോ? ആ ഫണ്ടാണ് കേരള സർക്കാർ വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നത്. എന്നിട്ടും ഇവർ പറയുന്നു കർഷകർ ഞങ്ങളുടെ കണ്ണിലുണ്ണിയാണ്, ആത്മാവിൻ്റെ സ്പന്ദനമാണ് എന്ന് പറഞ്ഞ് തേനും പാലും കുഴച്ച് അതിൽ കുറച്ച് ഇരട്ടി മധുരം ചേർത്ത് ഇവർ പ്രസ്താവനകളിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. കർഷകരെ ഞെക്കിക്കൊല്ലാണ് സത്യത്തിൽ ഈ സർക്കാർ ചെയ്യുന്നത്. മാടക്കത്തറ കുടുംബശ്രീ CDSനു വേണ്ടി ISO പുരസ്കാരം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സതി അജയൻ, വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, സെക്രട്ടറി രമേഷ് കുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത്, ചെയർപേഴ്സൺ അജിത, മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ദിവ്യ രജീഷ്, അക്കൗണ്ടന്റ് ദിവ്യ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺവീനർമാർ, കുടുംബശ്രീ CDS സബ് കമ്മിറ്റി അംഗങ്ങൾ, സീഡ്സ് അംഗങ്ങൾ, സപ്പോർട്ടിംഗ് ടീം എന്നിവർ പങ്കാളികളായി. നെട്ടിശ്ശേരി ഡിവിഷൻ ശിവപുരം റോഡ് ശോചനീയാവസ്ഥയ്ക്കെതിരെ BJP പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷൻ മേയറുടെ ഡിവിഷനിൽ ഉൾപ്പെട്ട നെട്ടിശ്ശേരി ശിവപുരം റോഡിലെ ശോചനീയാവസ്ഥയ്ക്കും വെള്ളക്കെട്ടിനെതിരെയും BJP നെട്ടിശ്ശേരി ഡിവിഷൻ പ്രതിഷേധിച്ചു. ഡിവിഷൻ കൺവീനർ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. BJP ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ഗിരീഷ് ചെറുവാറ, പ്രതാപൻ കച്ചേരി, ശശി നെട്ടിശ്ശേരി, അജീഷ് പുളിയക്കോട് തൊടി എന്നിവർ സംസാരിച്ചു. ഡിവിഷൻ സഹ ഇൻചാർജ് ഭരതൻ പുളിയത്ത് സ്വാഗതവും ചിത്രഭാനു നന്ദിയും പറഞ്ഞു. ചിങ്ങപ്പുലരിയിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് കേന്ദ്രമന്ത്രി ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ ഹാരമണിയിച്ച് പുഷ്പാർച്ചന നടത്തിയത്. വോട്ടുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ കേന്ദ്രമന്ത്രി വെല്ലുവിളിച്ചു. ഇടത് വലത് മുന്നണികളിൽ നിന്ന് വ്യാജ വോട്ടാരോപണം കണക്കിന് നടക്കുമ്പോൾ കുറുക്കിക്കൊള്ളുന്ന മറുപടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശക്തന്റെ തട്ടകത്തെത്തി. 2019 2024 തെരഞ്ഞെടുപ്പുകളിൽ സുരേഷ് ഗോപി തന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയും. ഞാൻ ഈ വിഷയത്തിൽ മറുപടി പറയില്ല. മറുപടി പറയേണ്ടത് അവരാണ്. ഞാൻ മന്ത്രിയാണ്. ആ ഉത്തരവാദിത്വം ഞാൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഇവിടെ കുറച്ച് വാനരന്മാർ ആരോപണം ഉന്നയിക്കലുമായി ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ സുപ്രീം കോടതിയിലേക്ക് പോകട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ, മേഖലാ പ്രസിഡന്റ് A. നാഗേഷ്, തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് മേനോത്തുപറമ്പിൽ, പൂർണിമ സുരേഷ്, സുജയ് സേനൻ, വിനോദ് പൊള്ളാഞ്ചേരി, വിൻഷി അരുൺകുമാർ, NR റോഷൻ, മുരളി കോളങ്ങാട്, സത്യലക്ഷ്മി, സീന ശശി തുടങ്ങിയവരും കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ചിങ്ങം 1 കർഷക ദിനമായി ആചരിച്ചു. KK സുരേന്ദ്രൻ ഹാളിൽ നടന്ന ചടങ്ങുകൾ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായിരുന്നു. മികച്ച കർഷകരെ മന്ത്രി K രാജൻ ആദരിച്ചു. കാർഷിക പ്രശ്നോത്തരിയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ ആദരിച്ചു. PR സുരേഷ് ബാബു, സാവിത്രി രാമചന്ദ്രൻ, KP പ്രശാന്ത്, പുഷ്പ ചന്ദ്രൻ, IS ഉമാദേവി, സുമിനി കൈലാസ് തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര സ്വാഗതവും കൃഷി ഓഫീസർ ജിൻസി ജോസഫ് നന്ദിയും പറഞ്ഞു. ചെടിക്ക് വെള്ളം ഒഴിച്ച് പരിപാടി ഉണ്ടാകുന്നു. മികച്ച മുതിർന്ന കർഷകനായി ശേഖരം മികച്ച ക്ഷീര കർഷകനായി മികച്ച തേനീച്ച കർഷകനായി ശിവദാസൻ KV ഇളിയത്ത് വീട്. സാധാരണയിൽ നിന്ന് വർഷങ്ങൾ മാറി മലയാളിക്ക് സാധാരണ പറയാനുള്ള ഒരു കാരണമുണ്ട്. മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോപാലൻ, പഴയ KM ഗോപാലൻ, സാധാരണ ദിവസം തെരഞ്ഞെടുപ്പിനിടയിൽ ഓർമ്മയുണ്ട്, ഇന്ന് നിന്നാൽ 3 ദിവസം എങ്ങനെയായിരിക്കും അന്തരീക്ഷം എന്ന് അയാൾ തന്നെ പറഞ്ഞു. അതൊരു കർഷകരുടെ തിരിച്ചറിവാണ്. കേരളത്തിലല്ല, ലോകത്തിലൊരു പ്രവചന ഏജൻസിക്കും പറയാൻ പറ്റാത്ത വിധം നമ്മളിപ്പോൾ പ്രവചനത്തിന് എടുക്കുന്നത് ഒന്നുകിൽ കേന്ദ്ര കാലാവസ്ഥാ പ്രവചനം, ഗുവാഹത്തി ഇന്ത്യയുടെ പ്രവചനം, അല്ലെങ്കിൽ GFS, സ്കൈമെറ്റ്, IBM വെതർ, NCWRF. ഇതിലൊന്നിനും അടയാളപ്പെടുത്താൻ കഴിയുന്നതിനേക്കാളും എത്രയും ഉയരത്തിലാണ് കർഷകന്റെ ബോധമണ്ഡലവും അവന്റെ കാഴ്ചപ്പാടും.
എന്നാൽ ഇന്നത് മാറി. വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, തണുപ്പുകാലം എന്നൊക്കെ നമ്മൾ വിളിക്കപ്പെട്ടിരുന്ന കാലങ്ങളൊക്കെ മാറി. നാളെ ഉണ്ടാക്കുന്നത് എന്ന് ബോധ്യപ്പെടാൻ കഴിയാത്ത വിധത്തിലൊരു നാട് മാറുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാർഷിക മേഖലയിൽ നിന്നുള്ള നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഉത്തരവാദിത്തമുള്ള ഒരു പിന്തിരിയലാണ്. അതിൽ നിന്ന് തിരിച്ചു നടക്കാനുള്ള ഊഷ്മരമായിട്ടുള്ള നമ്മുടെ അനുഭവമാകട്ടെ, ഇത്തവണത്തെ കൃഷി സംവിധാനങ്ങളുടെ ഊർജം എന്ന് ആവശ്യപ്പെടാൻ എന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എത്രയേറെ വലിയ തെറ്റിദ്ധാരണകൾ പ്രകടിപ്പിക്കാനും ശ്രമിച്ചാലും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് കാലാവസ്ഥ പ്രവചനത്തെ മറികടന്നുകൊണ്ട് നമ്മുടെ വിളകളെ സംരക്ഷിക്കാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൃശ്ശൂരിൽ നടന്ന സംസ്ഥാനതല കാർഷിക ദിനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു, 40 വർഷക്കാലത്തിന് ശേഷം ഒരു ഗവൺമെന്റും ചെയ്യാത്തതുപോലെ, 40 വർഷങ്ങൾക്കിടയിൽ ഒരു ഗവൺമെന്റും ചെയ്യാത്തതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് ലോകബാങ്കിന്റെ സഹായത്തോടെ കാലാവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് കർഷകരെയും കർഷകരുടെ വിളകളെയും സംരക്ഷിക്കാൻ 2642 കോടി ചിലവഴിച്ചുകൊണ്ട് രാജ്യം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കേര എന്നൊരു പുതിയ പദ്ധതിക്ക് നമ്മൾ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കണം. തകർന്ന റോഡിലൂടെ ദുരിതയാത്ര. തണിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം. റോഡിലെ കുഴിയിൽ കല്ലും മണ്ണും ഇട്ട് മൂടി. നാട്ടുകാരുടെ പ്രതിഷേധം. തകർന്നടഞ്ഞ അത്താണി പൂമല റോഡിലൂടെ ദുരിതയാത്ര. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ പൂമല ഡാമിലേക്ക് കൂടിയുള്ള പാതയിലാണ് വഴി തടഞ്ഞ് വേറിട്ട സമരവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. മാസങ്ങൾക്ക് മുൻപ് നാട്ടുകാർ മന്ത്രിക്ക് ഇതേ റോഡിൽ നടുകൂടി പുരസ്കാരം സമർപ്പിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. സമരങ്ങൾ മുഖവിലക്കെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം റോഡിലെ കുഴിയിലിട്ട് മണ്ണും കല്ലുമിട്ട് മൂടിയത്. 3.5 കിലോമീറ്റർ ദൂരത്തിൽ 200ഓളം കുഴികൾ ഉള്ളതായി നാട്ടുകാർ പറയുന്നു. അത്താണി വഴി ചെപ്പാറ, റോക്ക് ഗാർഡൻ, പൂമല ഡാം എന്നിവിടങ്ങളിലേക്കൊക്കെ നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിനംപ്രതി സഞ്ചരിക്കുന്ന പാത ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഭീമൻ ചെളിക്കുളങ്ങളായി മാറിക്കഴിഞ്ഞു. മഴ പെയ്ത് കുഴികളിൽ വെള്ളം നിറഞ്ഞാൽ ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ അപകടങ്ങളിൽ പെടുന്നതും നിത്യസംഭവമാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. അധികൃതർക്ക് പരാതികൾ നൽകി മടുത്തതോടെയാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ വേറിട്ട സമരവുമായി രംഗത്തെത്തിയത്. മന്ത്രിയുടെ കോലം റോഡിലെ കുഴിയിലിട്ട് കല്ലും മണ്ണുമിട്ട് മൂടിയ ശേഷമാണ് പ്രതിഷേധക്കാർ മടങ്ങിയത്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പ്രതിഷേധ സമരം DCC സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. CT പോൾ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസി സാജൻ, ജോജോ കുര്യൻ, KJ ജെറി, ലിസി രാജു, TC ഗിരീഷ്, ജിബി ജോസഫ്, OC പരമൻ, ലീലാമണി ശങ്കരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വേദനയോടുകൂടിയാണ് ഞങ്ങളിത് സമർപ്പിക്കുന്നത്. നാടിനു വേണ്ടി പ്രിയപ്പെട്ട റിയാസിനെ സമർപ്പിക്കണം. കരിങ്ങിലിട കല്ലുകൾ ഇറക്കിയിടുക. എല്ലാരും കൂടി എല്ലാരും കരിങ്ങിലാണ്. ആ എല്ലാരും കരിങ്ങി അനൂപേ അനൂപേ അത് ബാക്കി നടക്കാൻ മതി. ോളൂ ഞങ്ങള് മണ്ണിടാൻ പോകുകയാണ്. വെളിപ്പാറ വരെ 1 കിലോമീറ്റർ വരെ BMC ടാർ ചെയ്യാന്ന് പറഞ്ഞു. എന്നാൽ ഏറ്റവും ദുർഘടമായി കിടക്കുന്ന സ്ഥലത്ത് ആ ടാറിങ്ങെങ്കിലും നടക്കട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അതും പ്രതീക്ഷിച്ചിരുന്നു. അതും നടന്നില്ല. അതിനുശേഷം വാർഡിലെ മെമ്പർ, പ്രതിപക്ഷത്തിരിക്കുന്ന ഈ പഞ്ചായത്തിന്റെ വാർഡിലെ മെമ്പർ 25 ലക്ഷം രൂപ ചെറിയ വഴികൾക്ക് ഉപയോഗിക്കേണ്ട ഫണ്ട് ഈ വഴിക്ക് വേണ്ടി വകയിരുത്തി. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും പണിയാൻ നോക്കാത്ത ഭരണാധികാരികൾ. ഏകദേശം 3.5 കിലോമീറ്റർ ആണ് അത്താണി ബൈപ്പാസിൽ നിന്ന് ഡാമിന്റെ അവിടേക്ക്. 170 കുഴികളുണ്ട് ഈ വഴിയിൽ. ഇപ്പൊ കുളമായിക്കൊണ്ടിരിക്കുന്നു. പല കുഴികളും കുളമായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ മുന്നോട്ട് പോകും? ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ സമരത്തിനെതിരെ പോസ്റ്റുകൾ വരുന്നുണ്ട്. നല്ല കാര്യമാണ്. പ്രതികരണം ഉണ്ടാവണം, നിഷേധിക്കുന്നില്ല. പക്ഷെ ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കാൻ തുടങ്ങി. എത്ര കാലം പറ്റിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും? ഭരണകർത്താക്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ പണി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. നമ്മൾ സമരം നടത്തി
മന്ത്രിക്ക് വേണ്ടി നമുക്കറിയാം, പൊതുമരാമത്ത് മന്ത്രിക്ക് നാടുവഴി പുരസ്കാരം പൂമല നിവാസികൾ സമർപ്പിച്ചു. വാർത്തകൾ കേരളം മുഴുവൻ നിറഞ്ഞു നിന്നതാണ് ഈ വഴി. എന്നിട്ടും പണി പൂർത്തീകരിക്കുന്നില്ല. നാണമില്ലേ എന്നാണ് എനിക്ക് ഭരണാധികാരികൾ ചോദിക്കുന്നത്. നാണമില്ലാത്തവന് പറയാൻ പറ്റാത്തോട് താല് മുളച്ചാൽ അതും തണലാണെന്ന് അഹങ്കരിക്കുന്ന ഭരണാധികാരികളാണ് ഒരു ഭാഗത്ത്. പ്രിയപ്പെട്ടവരെ, കട്ടിലപ്പൂവം കിസാൻ സർവീസ് സൊസൈറ്റി 2ാം വാർഷികവും കർഷക ദിനാചരണവും സൊസൈറ്റി ഓഫീസ് ഹാളിൽ മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ലാലു വെട്ടിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സാജൻ തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി CC മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം ജെയ്മി ജോർജ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വനിതാ വിംഗ് പ്രസിഡന്റ് വത്സ മോഹൻ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി ശ്രീജൻ നന്ദിയും പറഞ്ഞു. തെക്കുംകര ഗ്രാമപഞ്ചായത്തും തെക്കുംകര കൃഷിഭവനും സംയുക്തമായി ഈ വർഷത്തെ ചിങ്ങം 1 കർഷക ദിനം വിപുലമായി ആഘോഷിച്ചു. കർഷക ദിനാഘോഷം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, വടക്കാഞ്ചേരി ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, സവിത സതീഷ്, VC സജീന്ദ്രൻ, മെമ്പർമാരായ ഐശ്വര്യ ഉണ്ണി, AR കൃഷ്ണൻകുട്ടി, ഷൈനി ജേക്കബ്, PT മണികണ്ഠൻ, ശാന്ത ഉണ്ണികൃഷ്ണൻ, C സുരേഷ്, SBI മാനേജർ MA വേലായുധൻ, CDS ചെയർപേഴ്സൺ അജിത സുനിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വ്യത്യസ്ത വിഭാഗങ്ങളിലായി 13 വ്യക്തികളെ ആദരിച്ചു. കൃഷി ഓഫീസർ ശീതൽ റോസ് ചാക്കോ സ്വാഗതവും അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഓഫീസർ ശാന്തി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. എങ്ങനെ നേരിടണം, പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഒന്നില്ലെങ്കിൽ അതിതീവ്ര മഴ, അല്ലെങ്കിൽ കുമ്പാര മേഘങ്ങളുടെ നേരിട്ടുള്ള പിന്നെ വീഴ്ച, ഇതെല്ലാം ചേർന്ന ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിലെ എങ്ങനെ അതിജീവിക്കാം എന്നതിൻ്റെ പരീക്ഷണങ്ങൾ കാർഷിക വികസന വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിലുള്ള കൃഷിക്കാർക്ക് നൽകാവുന്ന ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി രൂപപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ കേര ഗ്രാമം പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരം വ്യത്യസ്തങ്ങളായ പദ്ധതികളിലൂടെ മുന്നോട്ട് പോകുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ കൂടി ഭാഗമായി നമ്മുടെ കാർഷിക മേഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ കൂടി ഭാഗമാകട്ടെ ഈ ഒത്തുചേരൽ എന്ന് ആശംസിക്കുകയാണ്. ഓണത്തോടനുബന്ധിച്ച് മേച്ചേരി സിൽക്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളുമായി മേച്ചേരി സിൽക്സ് ഒരുക്കുന്ന ഓണക്കോടി 2025. 1999 രൂപയുടെ ഓരോ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നിരവധി സമ്മാനങ്ങൾ. ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV, തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഭാഗ്യശാലികളെ തേടിയെത്തുന്നു. 25,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കുന്നതാണ്. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽക്സ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. അപ്പോൾ വൈകിക്കേണ്ട മേച്ചേരി സിൽക്സ് വിസിറ്റ് ചെയ്യൂ. നിരവധി ഓഫേഴ്സാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭയും വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കൃഷിഭവനുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ സ്വാഗതം പറഞ്ഞു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR അരവിന്ദാക്ഷൻ, MR അനൂപ് കിഷോർ, ബാങ്ക് പ്രസിഡന്റ് NK പ്രമോദ് കുമാർ, ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, SAA ആസാദ്, മറ്റു കൗൺസിലർമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിബിൻ NM നന്ദി പറഞ്ഞു.
തുടർന്ന് മികച്ച കർഷകരെയും സ്കൂളുകളെയും ആദരിക്കുകയും വിവിധ കലാപരിപാടികളും നടന്നു. ഒന്നിന്റെ ആശംസകൾ ഈ ഘട്ടത്തിൽ ആദ്യമേ അറിയിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കാർഷികോത്സവങ്ങളിൽ ഒന്നാണ് ചിങ്ങം 1. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ ഉൽപാദന പ്രക്രിയക്കകത്ത് വളരെ സജീവമായി ഇടപെടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഞാറ്റുവേലകളുമായി ബന്ധപ്പെട്ട് ഉള്ള അതിൻ്റെ തുടർച്ചയിലാണ്. തീർച്ചയായും പുതിയ സാഹചര്യത്തിലാണെങ്കിൽ കാർഷിക മേഖലയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുന്ന കാലം തെറ്റി ഉള്ള മഴയും പെയ്യുന്ന മഴയാണെങ്കിൽ അതിതീവ്ര മഴയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രൂപപ്പെട്ട ഒട്ടേറെ പ്രതിഭാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന കൃഷി വകുപ്പ് അത്തരം വ്യതിയാനങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള കാർഷിക രീതികളെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമവും ഗവേഷണങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കർഷക ദിന പരിപാടികൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KV സജു, PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് ബാബു, ഫ്രാൻസീന ഷാജു എന്നിവരും പഞ്ചായത്ത് അംഗങ്ങളായ ET ജലജൻ, സുബൈദ അബൂബക്കർ, KV അനിത, രമ്യ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മണിക്കൂറിൽ 4 പഞ്ചായത്ത് തീർക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. ഇന്നാണെങ്കിൽ രാവിലെ സംസ്ഥാനതല കർഷക അവാർഡും ചിങ്ങം 1 സംസ്ഥാനതല ദിനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടെത്താൻ പറ്റാത്തതുകൊണ്ട് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത് തൃശ്ശൂരിൻ്റെ CMS കോളേജിന് എതിർവശത്തുള്ള തേക്കിങ്ങാട് മൈതാനത്ത് വെച്ചാണ്. ആയിരക്കണക്കിന് കർഷകർ പങ്കെടുത്ത അത്യുജ്വലമായ പരിപാടിയോടെ ഇത്തവണത്തെ ഓണാഘോഷങ്ങളുടെ സംസ്ഥാനതല അടിസ്ഥാനത്തിൽ തുടക്കം കുറിക്കുകയും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ആദ്യ കൃഷി വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന അച്യുതമേനോന്റെയും പ്രിയപ്പെട്ട VP രാഘവന്റെയും ഇവിടെ നേരത്തെ വിമാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഞ്ചായത്തുകാരൻ കൂടിയായിരുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ദീഖ് അലിയുടെയും ഒക്കെ നാമധേയത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള അവാർഡുകൾ കൂടി വിതരണം ചെയ്യപ്പെടുന്ന ചടങ്ങ് ഉൾപ്പെടെ ഏതാണ്ട് അവസാനിച്ചതേയുള്ളൂ. മാണിക്കത്രയിലെ കഴിഞ്ഞ ആദ്യം കൊണ്ടാണ് വന്നത്, പുത്തൂരിൽ നടത്താറില്ല. അതുകൊണ്ട് പ്രസംഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത്തവണ കാർഷിക ദിനത്തിന് ബഹുമാനപ്പെട്ട അധ്യക്ഷനായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രിയും ഉദ്ഘാടകനായിട്ടുള്ള മുഖ്യമന്ത്രിയും ആവേശപൂർവ്വം പറഞ്ഞ ഒരു കാര്യം, കേരളത്തിൽ ദീർഘമായ 40 വർഷക്കാലത്തിനിടയിൽ 2640 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ലോകബാങ്കിന്റെ സഹായത്തോടെ കർഷകർക്ക് വേണ്ടി ഒരു പുതിയ പദ്ധതി, കേര എന്ന പേരിലുള്ള ഒരു പുതിയ പദ്ധതി ഔപചാരികമായി നാം തുടക്കം കുറിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഒരു നാടായി മാറപ്പെട്ടിട്ടുള്ള കേരളത്തിൽ
കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഭാഗമായി കർഷകനും അവന്റെ വിളകൾക്കും നേരിടുന്ന ആഘാതങ്ങളെ പരമാവധി കുറയ്ക്കാൻ വിവിധങ്ങളായിട്ടുള്ള വിളകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് 2640 കോടി അടങ്കൽ തുകയായി നിശ്ചയിച്ച് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയവും 40 വർഷക്കാലത്തിനിടയിൽ ഗവൺമെന്റ് കൊണ്ടുവന്നതുമായിട്ടുള്ള പദ്ധതിക്കാണ് ഔപചാരികമായി തുടക്കം കുറിക്കപ്പെട്ടത്. ഒരുപക്ഷെ നമുക്ക് ഒറ്റമൊത്തത്തിൽ പറഞ്ഞാൽ മനസ്സിലാകില്ലെങ്കിലും ഒരു വർഷക്കാലം ബഡ്ജറ്റിലൂടെ കേരളത്തിലെ കർഷകന് വേണ്ടി ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും കൂടിയ സംഖ്യ 750 കോടി രൂപയാണ്. അപ്പോൾ 3 വർഷക്കാലത്തിലും കൂടുതൽ നാം ചെലവഴിക്കുന്ന സംഖ്യ ഒരുമിച്ച് കാലാവസ്ഥ വ്യതിയാനങ്ങൾ അടിമപ്പെട്ടു പോകാതിരിക്കാൻ കർഷകരെ സഹായിക്കുന്ന ഒരു ശ്രദ്ധേയമായ പദ്ധതിക്ക് കൂടി നാം തുടക്കം കുറിക്കുകയാണ്. ഇന്നവിടെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളും പുരോഹിതന്മാരും ആക്രമിക്കപ്പെട്ടപ്പോൾ മൗനിയായിരുന്ന തൃശൂർ ജില്ലയിലെ വികസന പ്രശ്നങ്ങളിൽ തിരിഞ്ഞു നോക്കാത്ത ജനാധിപത്യത്തെ കള്ളവോട്ടിലൂടെ തകർത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാജിവെക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുരേഷ് ഗോപിയുടെ MP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. രണ്ടക്ഷരം മിണ്ടാൻ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താൻ ഈ തൃശ്ശൂരിന്റെ MP അദ്ദേഹം ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നില്ല. ഇവിടെ ഈ ദേശീയപാതയിൽ മണിക്കൂർ കണക്കിന് സമയം ബ്ലോക്കാണ്. അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടാത്ത മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടുമ്പോ ഒരക്ഷരം പ്രതികരിക്കാത്ത ഈ വാഴയ്ക്ക് സമാനമായ MP-യാണ് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ MP-യുടെ തിട്ടൂരത്തിനെതിരായി കള്ളവോട്ടുകൾ ചേർത്തി ഈ പൂങ്കുന്നത്തും തൃശ്ശൂരിന്റെ വിവിധ പ്രദേശങ്ങളിലും അവണിശ്ശേരിയിലും ഉൾപ്പെടെ കള്ളവോട്ടുകൾ ചേർത്തി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സുരേഷ് ഗോപി, പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇന്ന് ഈ ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളിൽ ഒന്നും ഇടപെടുന്നില്ല. കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് ധാർമ്മികമായ ഒരു പ്രതികരണം നടത്താൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അപ്പോ ഡിവൈഎഫ്ഐ ജില്ലയിലെ വികസന പ്രശ്നങ്ങളും ഈ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോ മൗനിയായിരിക്കുന്ന MP-ക്കുമെതിരായി MP ഓഫീസിലേക്ക് ഒരു മാർച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. മണ്ണുത്തി കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസം മുഴുവനും രാമായണ പാരായണം നടത്തിയ ലളിതയെയും അനിത ദേവലയും മണ്ണുത്തി കൊടുങ്ങല്ലൂർക്കാവ് ഭൗതി ക്ഷേത്രത്തിന് വേണ്ടി ക്ഷേത്രം പ്രസിഡന്റ് ഭാസ്കരൻ K മാധവൻ ക്ഷേത്രത്തിന്റെ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. നിരവധി കേസുകളിലെ പ്രതിയും കൂട്ടാളിയും മയക്കുമരുന്നുമായി പിടിയിൽ. തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അരണാട്ടുകര സ്വദേശി ചേന്ദ്ര വീട്ടിൽ രാകേഷ് രാജ്, കൂട്ടാളിയായ എൽത്തുരുത്ത് സ്വദേശി അരമ്പൂപ്പറമ്പിൽ വീട്ടിൽ റിജോയ് എന്നിവരെയാണ് ഹാഷിഷ് ഓയിലും നൈട്രോസൻ ഗുളികകളുമായി വെസ്റ്റ് പോലീസ് എൽത്തുരുത്തിൽ നിന്നും പിടികൂടിയത്. പ്രതികൾ സ്കൂൾ കോളേജ് കുട്ടികൾക്ക് ലഹരി മരുന്നുകൾ വിതരണം ചെയ്യുന്നു എന്ന രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വെസ്റ്റ് സബ് ഇൻസ്പെക്ടർ സെസിൻ ക്രിസ്ത്യൻ രാജ് കോളേജ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. പരിശോധനയിൽ ഹാഷിഷ് ഓയിലും 8 നൈട്രോസൻ ഗുളികകളും കണ്ടെടുത്തു. വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുറഹിമാന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ സിസിൽ ക്രിസ്ത്യൻ രാജ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഹരിഹരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ടോണി വർഗീസ്, അഖിൽ വിഷ്ണു, സുജിത്, സത്യജിത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ അഖിൽ, അനൂപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.
മയക്കുമരുന്ന് ലഹരിക്കെതിരെ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ പോലീസിന്റെ കണ്ണിമ ചിമ്മാതെയുള്ള 17 മണിക്കൂർ ഓപ്പറേഷൻ. കഞ്ചാവ് ബീഡി വലിച്ച യുവാവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മാരക രാസലഹരിയായ MDMAയും 1.5 കിലോയോളം തൂക്കം വരുന്ന കഞ്ചാവും പിടിച്ചെടുത്തത്. ചാലക്കുടി, കൊടകര പോലീസ് സ്റ്റേഷനുകളിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2 പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂർ റൂറൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ ചാലക്കുടി മേഖലയിൽ നിന്നും രാസലഹരി കൈമാറ്റത്തെ തുടർന്നുള്ള നിർണായക വിവരം ലഭിക്കുകയായിരുന്നു. തുടർന്നുള്ള പരിശോധനയിൽ ചാലക്കുടി ടൗൺ ഹാളിന് മുൻപിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും കൊടകര ചെറുവത്തൂർ ചിറ സ്വദേശി കൊല്ലാട്ടിൽ വീട്ടിൽ നിതിൻ, പുത്തൂർ പൊന്നൂക്കര സ്വദേശി ശാസ്താംകുളം വീട്ടിൽ സുമേഷ് എന്നിവരിൽ നിന്നും MDMA പിടിച്ചെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക ദിനാഘോഷവും സംസ്ഥാനതല ഉദ്ഘാടനവും കർഷക അവാർഡ് വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. ചിങ്ങം 1 കർഷക വഞ്ചനാ ദിനമായി ആചരിക്കണമെന്ന് നെൽകർഷകനും പാടശേഖര സമിതി ചെയർമാനുമായ ദാസൻ കാട്ടുങ്ങൽ. ചിങ്ങപ്പുലരിയിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. മാടക്കത്ര, പാണഞ്ചേരി, തെക്കുങ്കര പഞ്ചായത്ത് കൃഷിഭവനുകളുടെ കർഷക ദിനാഘോഷങ്ങൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അത്താണിയിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം റോഡിലെ കുഴിയിലിട്ട് കല്ലും മണ്ണും ഇട്ട് മൂടി നാട്ടുകാരുടെ പ്രതിഷേധം. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.